എനർജി. ഹലോ എവരിവൺ. ഹായ്, നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പം നല്ല ഒരു പ്രഭാതം. ഞാൻ ഇന്ന് പറയുന്നത് എന്തിനെ പറ്റിയാണെന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം. ഇന്നലെ നമ്മൾ സംസാരിച്ചത് ടൂറിസത്തെ പറ്റിയാണ്. കേട്ടിട്ടില്ലാത്തവർ അത് കേൾക്കണം. അത് കേരളത്തിൻ്റെ അനുഭവ ടൂറിസത്തെ പറ്റിയാണ് പറഞ്ഞത്. അത് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, അല്ല എല്ലാവരും കാണണ്ട. ഓക്കെ, അടുത്ത അന്നേരം ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ പറയുന്ന നേഹ ഓടുന്നതനുസരിച്ച് ഞാൻ ഓടാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം അത് മതി. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക. നമ്മൾ പറഞ്ഞെന്തോ എങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ തന്നെ പറയും കേരളം എന്ന് പറഞ്ഞാൽ ഒരു വിഭിന്നമായ കാഴ്ചപ്പാടിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ കേരളം എന്ന് പറയുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നമ്മൾ സ്വയം പറയുന്നു. അത് മാത്രവുമല്ല, മറ്റുള്ള സംസ്ഥാനങ്ങൾ അത്തരത്തിൽ തന്നെയാണ് കാണുന്നതും. കാരണം കേരളത്തിൻ്റെ പ്രകൃതിയാണ് ഒരു കാര്യം, അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വിഭവങ്ങൾ ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വ്യത്യാസമുണ്ട്. കാരണം പോപ്പുലേഷൻ ബേസ്ഡ് ആയിട്ട് ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 2% അടുപ്പിച്ച് ആരുള്ളൂ? നമ്മുടെ പോപ്പുലേഷനുള്ളൂ. പക്ഷെ നമ്മുടെ GDP നമ്മൾ സംഭാവന ചെയ്യുന്നത് 4%. ഇന്ത്യയുടെ എന്താ GDP എന്ന് പറഞ്ഞാൽ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്ന GDP-യിലും പെർ ക്യാപിറ്റ ഇൻകത്തിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അത് ഞാൻ പിന്നെ കാണാൻ പറയാം. അതാണ് മനുഷ്യന് GDP എന്ന് ഇന്ത്യയുടെ GDP അങ്ങ് കൂടി, GDP ഇഞ്ഞു കുറഞ്ഞു എന്നൊക്കെ പറയുന്നത് അവർ പറയുന്നത് ഈ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നീ സ്ഥലമെല്ലാം കാണിക്കേ, ഇപ്പോഴേ പറഞ്ഞില്ലേ. അപ്പം പള്ളി ഞങ്ങളുടെ പള്ളിയായത് കേട്ടോ. ആ പള്ളിയൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇനി മാറ്റിക്കും. അപ്പം അടിസ്ഥാനത്തിലൊക്കെയാണ് ആൾക്കാർ, അല്ലെ GDP-യുടെ അടിസ്ഥാനത്തിലാണ് ആൾക്കാർ ഇങ്ങനെ ഇതിനെപ്പറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇതിനകത്ത് പറഞ്ഞാൽ നമ്മുടെ GDP എത്ര ശതമാനമാണെന്നാണ് പറഞ്ഞത്? ഇന്ത്യയുടെ 4% ഉണ്ട് എന്ന് പറയുന്നത്. എക്സാക്ട് 4% ഉണ്ടോ എന്നുള്ളൊരു സമരത്തിനില്ല. അതായത് 14 ലക്ഷം കോടി രൂപ നിയർലി അത്രയുണ്ട്. അതായത് 160 അത് 14 എന്ന് പറഞ്ഞാൽ എക്സാക്ട് പറയാൻ പറ്റത്തില്ല. അതിനപ്പുറത്തോട്ടും ഒക്കെ നിൽക്കാം. ഒരു 160 മില്യനാ എന്ന് പറഞ്ഞാൽ 16 കോടിയായി ഇല്ല, ആ ഒരു സ്ഥലത്തൊക്കെ നിൽക്കും. പക്ഷേ നമ്മൾ ഈ പറയുന്ന നമ്മുടെ GDP-യുടെ ഒരു ഇതും നമ്മൾ എടുക്കുന്നത് 4 ജില്ലകളിൽ നിന്നാണ്. കൊല്ലം, തിരുവനന്തപുരം, മലപ്പുറം, അതോടൊപ്പം തന്നെ മലബാർ എന്ന് പറഞ്ഞാൽ മലബാർ പ്ലസ് എറണാകുളമാണ് അതിലേറ്റവും കൂടുതൽ 14% എടുക്കുന്നത്. കാരണം അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ GDP, കേരളത്തിൻ്റെ GDP കൂടുക എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയിലെ കൂടിയാൽ പോലും നമുക്ക് ഈ GDP കൂട്ടാം. അതാണ് ഞാൻ ആ പെർ ക്യാപിറ്റ ഇൻകവുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു. കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വരുമാനത്തെ ആ രീതിയിൽ കാണുന്ന തരത്തിലേക്ക് മാറ്റുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? അപ്പം ഇവിടെ നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമ്പത്തിൻ്റെ ഒഴുക്ക് നമ്മൾ കുറയ്ക്കേണ്ടി വരും. നമ്മുടെ നല്ല ഒരു വിഭാഗം പൈസയും നമ്മുടെ പോകുന്നത് 2 തരത്തിലാണ്. ഒന്ന്, തൊഴിൽ മേഖലയിലൂടെ അൺസ്കിൽഡ് ജോബ്സ് ചെയ്യുന്ന എല്ലാം പുറത്തുള്ള ആൾക്കാരാണ്. ബംഗാളീസ് അങ്ങനെയൊക്കെ ഉള്ളവരാണ്. ബംഗാളികളൊക്കെ ഇന്നലെ ഇങ്ങോട്ട് ഒഴുകി തുടങ്ങി. BJP ഒക്കെ ഭയങ്കര വാചം അടിച്ചാ എന്താണ് ബംഗാളി ഇപ്പോൾ പുളുത്തുന്നു. ബംഗാളൊക്കെ കഴിഞ്ഞതിൻ്റെയൊക്കെ 4 ഇരട്ടി വേസ്റ്റായിട്ട് മാറും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബംഗാൾ വളരുന്നു എന്ന് പറയുമ്പോഴും ഗുജറാത്ത് വളരുമ്പോഴെന്ന് പറഞ്ഞാൽ അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അതിലൊരു റോളും ഇല്ല. അവിടെ അത് ആർക്കാ ഉള്ളത്? ഗുജറാത്തിലെ അഹമ്മദാബാദ്, മനസ്സിലാവുന്നു, ഗാന്ധിനഗർ, ഇങ്ങനെ പറയുന്ന കുറച്ച് സ്ഥലങ്ങളിൽ അവിടെ വളർച്ച. ഭുവനേശ്വർ ഒറീസയിലല്ലേ? അപ്പം ഈ പറയുന്ന സെൻട്രൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളെ വളരുന്നുള്ളൂ. പക്ഷേ GDP എടുത്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്കത് ടോട്ടൽ റവന്യൂ ബൈ ടോട്ടൽ പോപ്പുലേഷൻ ആണ്. ഒരുത്തൻ്റെ കൈ പൈസ ഇരുന്നാൽ, അദാനിയുടെ കൈ പൈസ ഇരുന്നാലും അത് എല്ലാവരുടെ കയ്യിലും ഉണ്ടെന്ന് അവർ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും. അപ്പം അതൊരു അതാ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഈ മാജിക്കിനകത്തൊന്നും വലിയ പ്രസക്തി ഇല്ലെന്ന്. പക്ഷേ ഒരു കാര്യം ആലോചിച്ചോണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 14 ജില്ലകളും ഇവിടെയും ടൗണാണ്. നമ്മുടെ ഈ സ്ഥലം പോലും എന്താണ്, നമ്മുടെ തൃക്കണ്ണമംഗലം ടൗണാണ്. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ് നമ്മുടെ നാട്ടിലും ഉണ്ട്. ഐഡിയ കിട്ടുന്നു. അത്തരത്തിൽ നമ്മുടെ രാജ്യം എന്ത് ചെയ്തു? നമ്മുടെ കേരളം മാറിയിട്ടുണ്ട്. പക്ഷെ ഇത് മാറിയിട്ടില്ലേ?
സ്മെല്ല് കേട്ടോ. അപ്പം നമ്മുടെ രാജ്യത്തെ വലിയ ഒരു മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ GDP അന്നേരം കൂട്ടണം. നമ്മൾ പറഞ്ഞ എറണാകുളത്ത് വലിയ വികസനങ്ങളൊക്കെ വരുമ്പോൾ, പക്ഷെ ഒരു കാര്യം ആലോചിച്ചോണം, നമ്മുടെ ഈ ഒരു സംവിധാനം മാറാൻ ഏതൊക്കെ മേഖലകളെയാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്? കേരളത്തിൻ്റെ GDP മാറ്റാൻ. അപ്പോൾ അത് മാറ്റാൻ ഈ പറയുന്ന പ്രായമുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാൽ നടക്കത്തേയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ വിദ്യാഭ്യാസം ഏതാ ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾക്കിവിടെ നല്ലൊരു സാധ്യത IT മേഖലയിലുണ്ടെങ്കിൽ നിങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ട ഏതിനകത്താ? ഐഡിയ മനസ്സിലായോ? AI ഒരു യുഗമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജാവ, പൈത്തൺ ഇങ്ങനെയൊക്കെയുള്ള പൈത്തൺ പിന്നെയും വേണ്ടി വരും. ജാവ പോലുള്ള കോഴ്സസ് ഒക്കെ പഠിച്ച് കഴിഞ്ഞ ഒരു 1.5 വർഷം മുമ്പ് പഠിച്ച് ഭയങ്കര പൈസയും ചിലവാക്കിയവരൊക്കെ അങ്ങനെ മാറി. ഇപ്പോൾ ഇത് AI ജനറേറ്റഡ്. ഇപ്പം പിള്ളേരോടൊക്കെ ചോദിക്കുന്ന ലാസ്റ്റ് ഡേ നീതു ഒരിടത്ത് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അവർ ചോദിച്ച കേട്ടോ, എന്തോ പറഞ്ഞേ? AI ജനറേറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ അറിയാമോ, അതിലൂടെ ചെയ്യാൻ അറിയാമോ, അത് പഠിച്ചിട്ടുണ്ടോ? കാര്യം എന്താ? ടെക്നോളജിയിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുക. ആ മാറ്റം വളരെ ഫാസ്റ്റാണ്. അന്നേരം ആ കാലോചിതമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസത്തിൽ വരുമ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റണം? അത് കറക്റ്റ് ചെയ്യാൻ കൃത്യമായി പറ്റണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംവിധാനം. അപ്പോൾ ഇനി കേരളത്തിലാണ് ഇതുള്ളത് എന്ന് നമ്മൾ നോക്കിയാൽ, ഒന്ന് ടൂറിസം മേഖല. ഏതാ? നമ്മുടെ ടൂറിസം മേഖല ഉണ്ട്. ഇവിടെ എല്ലാം നല്ല അടിപൊളി ടൂറിസം, കനാൽ ടൂറിസം ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലാവുന്നു? കനാലിൽ നല്ല വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നതിനോട്ടല്ല, ജലസേചനം മാത്രമല്ല ഇവിടെ, ആ വെള്ളം ഉപയോഗിച്ച് നമ്മൾ കൃഷി കാര്യങ്ങൾ നമുക്ക് ഒന്ന് ടൂറിസത്തെ പറ്റി പറയാം. ഞാൻ ഇന്നലെ അത് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അനുഭവ സമ്പദ്ഘടന, അതായത് എക്സ്പീരിയൻസ് എക്കണോമിയെ പറ്റി ഞാൻ ഇന്നലെ പറഞ്ഞു. കേരളത്തിലെ കാഴ്ചകളല്ല, അനുഭവങ്ങളാണ് വിൽക്കേണ്ടത്. ഓർക്കുന്നോ? അതിനകത്ത് മെഡിക്കൽ ടൂറിസം, ഗ്രാമീണ ടൂറിസം, സാഹസിക ടൂറിസം, ഡിജിറ്റൽ നോംഡ് ഹബ്ബുകൾ, പിന്നെ ഒരു വിനോദസഞ്ചാരി കൂടുതൽ ദിവസം കേരളത്തിൽ സഞ്ചരിക്കാൻ ആവശ്യമായ സംഭാവനകൾ GDP-യിലും വരും. അത് നിർത്താൻ ആവശ്യമായ ഓരോ സംവിധാനങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അടുത്ത രണ്ടാമത്തെ ഞാൻ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു, എന്താണ്? നോളജ് എക്കണോമിയെ പറ്റി പറഞ്ഞു. അതായത് കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യ വിഭവമാണെന്ന് പറഞ്ഞു. AI ആണ്, ഓഗ്മെന്റ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, റോബോട്ടിക്, ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി. ഓർക്കുന്നുണ്ടോ? ഇതെല്ലാം ഞാൻ ഇന്നത്തെ പറഞ്ഞു വെച്ചായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരണം. മനസ്സിലാവുന്നോ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ, ടൂറിസവും ഇതും. ഞാൻ സ്പീഡിൽ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് രണ്ടും ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങ് പറഞ്ഞു വിട്ടു പോയത്. എന്നാൽ മൂന്നാമത്തെ ഒരു ഗണമായിട്ട് നമ്മൾ പറയേണ്ടത് സംരംഭത്വമാണ്. അത് ഞാൻ ഓർമ്മപ്പെടുത്തി. എന്താണ്? നമുക്ക് എന്ത് വേണം? നല്ല ഓൺട്രപ്രണർഷിപ്പ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. എല്ലാവർക്കും എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഓരോ സ്കൂളുകളിലും കുട്ടികളിൽ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു. എല്ലാവരുടെയും മനസ്സിലൊരു ബിസിനസ് എന്നുള്ളൊരു ഐഡിയ. ചൈനയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് ജോലി വേണോ? വേണ്ട. അവർക്ക് എന്തോ മതി? അവർക്ക് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ മതി. അപ്പം അവർ പറയുന്നതിന്റെ കൂട്ട് അവർക്ക് ടെക്നോളജിയിൽ അവർ അത്രമാത്രം അഗ്രഗണ്യരായി മാറുന്നു. അപ്പം ദേ ആർ ഗെറ്റിംഗ് മോർ ഓപ്പർച്യൂണിറ്റി ഇൻ ദെയർ ഫീൽഡ്. മനസ്സിലാവുന്നോ? ഹൗ ദ സ്റ്റുഡൻസ് നോ ദാറ്റ് വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ്മെന്റ് ഓഫ് എന്റർപ്രണർഷിപ്പ്. അത് സംരംഭത്വം എന്താണെന്ന് കുട്ടികൾക്ക് നല്ല ബോധ്യമാണ്. അവരൊരിക്കലും പറയത്തില്ല എനിക്കൊരു IAS കാരനാണ്, IPS കാരനാണ്, പൈലറ്റ് ആണ്. ഓക്കെ, അതിനകത്ത് അത്ര ക്രേസ് ഉള്ളവർ പോകും. പക്ഷെ 70% പീപ്പിൾസ് ആർ സ്റ്റുഡൻസ് ആർ സെയിങ് വാട്ട് ഐ വിൽ ബിക്കം ഓൺട്രപ്രണർ. മനസ്സിലായോ? ഈ ഒരു വിദ്യാഭ്യാസത്തിലാണ് എന്ത് ചെയ്യുന്നത്? അവർ നടക്കുന്നത്. ഐഡിയ മനസ്സിലാവും? അപ്പം ആ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തെന്ന് പറഞ്ഞാൽ അത് കുട്ടികളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ഓൺട്രപ്രണർഷിപ്പ് പഠിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി എന്താണെന്ന് പഠിക്കണം. സമ്പത്താണ് വലുതെന്ന് പഠിക്കണം. മാർക്കറ്റിങ്ങിനെ പറ്റി പഠിപ്പിക്കണം. ഒരു സാധനം സെല്ല് ചെയ്യാൻ പഠിക്കണം. അവരുടെ വീട്ടിൽ തന്നെ വാഴയുണ്ട് എന്ന് പറയും. അതായത് അവരുടെ വീട്ടിലുണ്ട് വാഴ, പക്ഷെ വിൽക്കാൻ അറിയത്തില്ല. അവരെന്ത് ചെയ്യും? ആ കടക്കാരൻ വന്നിട്ട് 30 രൂപയ്ക്ക് അടിച്ചുകൊണ്ട് പോകും. മാർക്കറ്റിനെ പറ്റി വ്യക്തമായുള്ളൊരു കുഞ്ഞവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോ 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 നോ. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ കൊട്ടാരക്കരയിൽ നിന്ന് പഴം മേടിച്ചപ്പോൾ 100 രൂപ. പഴം പഴുക്കുമ്പോൾ വെയിറ്റ് ഇത്ര ലോസ് ആവുന്നു. നിങ്ങളുടെ ഒരു 10% അല്ലെ 15% പ്രോഫിറ്റ്. ഇത് രണ്ടും കൂടെ അതിനകത്തോട്ട് ചേർത്തു. അപ്പോൾ 20%. അപ്പം അന്നേരം എത്ര രൂപ കിട്ടണം? 100 രൂപ പഴം കമ്പോളത്തിൽ. 20% എന്ത് പറഞ്ഞു? ഈ മേടിച്ചുകൊണ്ട് പോകുന്നവൻ്റെ പ്രോഫിറ്റ് ആയിട്ടും ഒരു 5% എന്തോ ആയിട്ട്
ഈ പഴത്തിൻ്റെ വെയിറ്റ് ലോസുമായിട്ട് അങ്ങ് വിട്ടു. അപ്പോൾ പിന്നെ എത്ര 75 രൂപ കിലോയ്ക്ക് കിട്ടണം. അവിടെ അവൻ പറയുന്നത് 30. മനസ്സിലായോ? അപ്പം മാർക്കറ്റിൻ്റെ ഡിപ്രീസ് അങ്ങോട്ട് ഉയർച്ച താഴ്ചകളെ പറ്റി കൃത്യമായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഏത്തപ്പഴത്തിൻ്റെ വില എന്തോന്ന് മനസ്സിലായി. അവരുടെ വീട്ടുകാരെ അപ്പം മാർക്കറ്റിംഗ് കുഞ്ഞുങ്ങൾ പഠിക്കണം. മനസ്സിലായോ? അപ്പോൾ അതാണ് മാർക്കറ്റിങ്ങിൻ്റെ വേറൊരു വശം. അടുത്ത എന്താണെന്ന് ചോദിച്ചാൽ അപ്പം കാർഷിക മേഖലയിൽ എങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല. കാർഷിക മേഖല നാളെയോ മറ്റന്നാളോ ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. സ്മാർട്ട് ഫാമിംഗ് ഉണ്ട്, ഓർക്കുന്നുണ്ടോ? പ്രിസിഷൻ ഫാമിംഗ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഞാനത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചേ? നിങ്ങൾ സ്കൂളിലെ പരിപാടിക്ക് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്, എക്സ്പോർട്ട് ഓറിയന്റഡ് ഫാമിങ്, മനസ്സിലായോ? നമ്മൾ പറയുന്നില്ലേ ഈ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ, അതായത് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് നമുക്കിപ്പോൾ 1 കിലോ കുരുമുളക് വിൽക്കുക. ആ 1 കിലോ കുരുമുളകിന് ഇപ്പം മാർക്കറ്റിൽ 1000 രൂപയെന്ന് വെച്ചാൽ അല്ലെ 800 മതി. മനസ്സിലാവുന്നു? കുരുമുളകിന് നല്ല വിലയാണെന്ന് ഓർത്തോണം. അല്ലെ 1800 കുരുമുളകും ഉണ്ട്. അപ്പോൾ ആ കുരുമുളകിനകത്ത് നിങ്ങൾ വിൽക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നില്ല ഓഞ്ഞളക്കയാണ് ഏറ്റവും അമര് വേസ്റ്റ് എല്ലാം കൂടെ എടുത്ത് നമുക്ക് പൊടിച്ചിഞ്ഞ് തരും, തൊക്കും. അതുകൊണ്ട് ആ ടേസ്റ്റ് അങ്ങോട്ട് വലുതായിട്ട് അങ്ങോട്ട് പിടിക്കാതെ. നമ്മൾ കണ്ടിട്ടില്ലേ കടയിൽ, മുട്ടക്കടയിലൊക്കെ എന്തിനു പറഞ്ഞേ, ഓംലെറ്റ് അടിച്ച് തന്നിട്ട് ഇതേമാരിങ്ങനെ പൊടി വിതറും. അത് തിന്നാൽ നമുക്ക് ആ എരിവും ഉണ്ടാവുന്നില്ല, കുരുമുളകാണോ ഇട്ടേന്ന് പോലും അറിയത്തില്ല. കാരണം എന്താണെന്നറിയാം, ഇതിൻ്റെ കൊത്തെടുത്ത് കളയത്തില്ലേ, ആ കൊത്തെല്ലാം കൂടെ അടിച്ചാൽ നമുക്ക് വരുന്നത്. നമ്മുടെ മുളക് പൊടി എന്താ പനലായിരിക്കുന്നതെന്ന് അറിയാം, അതിനകത്ത് ഈ അരിയും കുരുവും എല്ലാം കൂടെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന സാധനങ്ങളുണ്ടല്ലേ, ഇല്ല നല്ല താമാർക്ക് കൊടുത്ത് കഴിയുമ്പോൾ ബാലൻസ് വരുന്ന എല്ലാം കൂടെ പൊടിച്ചാൽ നമുക്ക് വരും. ഇങ്ങനെയൊക്കെയാ പൈസ കുറച്ച് വരുന്നത്. ഐഡിയ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അതിനകത്ത് തരംതിരിക്കും. നല്ല മുളകൊക്കെ എടുത്തിട്ട് അമേരിക്കയിലോട്ട് കയറ്റി അയച്ചിട്ട് ബാക്കി വരുന്നത് നമുക്ക് തരും. അതിനകത്ത് എന്നിട്ട് ഇച്ചിരി എന്താ കുങ്കുമപ്പൊടിയും അതും എല്ലാം കൂടി ഇട്ട് കളറും ആക്കി തരും. നമ്മുടെ ആ മയിലിനെ ഒന്ന് കാണിച്ചു പോകണമെങ്കിൽ. മനസ്സിലായോ? അപ്പം കുഞ്ഞിന് കിട്ടിയോ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇവിടുത്തെ കാർഷിക രീതികളിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഈ പ്രോഡക്റ്റിനകത്ത് അങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്ന കുരുമുളകിന് പകരം നേഹാനിയ ബ്രാൻഡ് NN കുരുമുളക് ഒരു ബ്രാൻഡ് അങ്ങ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അമേരിക്കക്കാർ പറയും NN കിട്ടൂ. മനസ്സിലായോ? NN കുരുമുളക് കിട്ടും. അങ്ങനെ ആയി. മനസ്സിലായോ? അങ്ങനെ വരുമ്പോഴത്തേക്ക് ബ്രാൻഡിങ് എന്താണ് എന്ന് നിങ്ങൾ പഠിക്കും. അപ്പോൾ അതിന് പൈസ കൂടുതൽ കിട്ടും. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞ ഒരുവിധം പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയോ? അപ്പോൾ പിന്നെ എങ്ങനെ അപ്പോൾ കാർഷിക മേഖലയിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ എന്ത് മാറ്റം വരണം? ഇതായിരുന്നു എൻ്റെ ടോപ്പിക്ക്. കേരളത്തിലെ വിദ്യാഭ്യാസം എന്ത് മാറ്റമാണ് വരേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. എങ്ങനെയുള്ള വിദ്യാഭ്യാസം വരണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ആൺമയിലാ കാണിച്ചോ ആൾക്കാർ. നമ്മൾ ഇത്രയും അടുത്ത് മയിലിനെ കാണുന്നു, നടക്കുന്നു എന്നൊക്കെ അറിയട്ടെ. പറയൂ. ഇനി ആ സിംഹത്തെ ഒന്ന് കാണിച്ചേക്കണേ. പറ, ഇതിനകത്ത് നോക്കിയേക്ക്. അങ്ങോട്ടൊക്കെ ഒന്ന് കാണിക്കൂ എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. എടേ ഇങ്ങോട്ടൊക്കെ കാണിക്കൂ. ഓക്കെ, ബാ. മനസ്സിലാവുന്നോ? വിദ്യാഭ്യാസത്തിൽ എന്ത് മാറ്റം വരണം? അതിന് ലോകത്തിലെ മികച്ച വിദ്യാഭ്യാസം നമ്മൾ പഠിക്കണം. എന്തോ അതിനാണ് നമ്മൾ ഇവിടുത്തെ കഴിഞ്ഞ കൊല്ലത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് പകരമായിട്ടൊക്കെ നമ്മുടെ മരുമോൻ മിനിസ്റ്ററൊക്കെ ഇന്ത്യക്ക് വെളിയിൽ പോയി സ്വിറ്റ്സർലൻഡിലും അതുപോലെ തന്നെ സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ പോയി കറങ്ങി അവിടുത്തെ വിദ്യാഭ്യാസം പഠിക്കാൻ ശ്രമിച്ചത്. അവിടുത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞേ? അവിടുത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞേ കുട്ടികളുടെ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടാണ്. മനസ്സിലാവുന്നു? കേരളത്തിലെ മികച്ച ഒരു വിദ്യാഭ്യാസ മാർഗം ഉണ്ടാക്കിയിട്ട് പഠിക്കണം, മാതൃക ഉണ്ടാക്കിയിട്ട് പഠിക്കണം. ഇന്നെന്ന് പറഞ്ഞാൽ എന്തുവെന്നറിയാമോ? മാർക്ക് കേന്ദ്രീകൃത വിദ്യാഭ്യാസമാണ്, പരീക്ഷ കേന്ദ്രീകൃത വിദ്യാഭ്യാസമാണ്, തൊഴിൽ അന്വേഷിക്കുന്ന ഒരു സംഭവം. എന്താ തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുക രാവിലെ തൊട്ട് വൈകിട്ട് വരെ. പിന്നെ പരീക്ഷ എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെ? ആർക്കാ ഫസ്റ്റ്? മനസ്സിലായോ? ഞങ്ങൾ കുട്ടികാലം അടക്കുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകും. അപ്പോൾ ഈ കെട്ടിടത്തിൽ ജോൺ തോമസ് മുന്നേ നടക്കും. അവന് ഭയങ്കര മാർക്കാണ്. അവന് ഇച്ചിരി സ്പീഡ് നടന്നു. അവന് എന്ത് ചെയ്യും? അപ്പം അവനെന്ത് ചെയ്യും? അവന് നല്ല മാർക്കല്ലയോ? അവൻ എങ്ങനെ പോയാലും 550 മാർക്കോളം ഉണ്ട്. SSLC 600-ൽ ഭയങ്കര പഠിത്തം. അപ്പോൾ ഇവൻ മുന്നേ പോകുന്നതുകൊണ്ട് ഞങ്ങളുടെ അമ്മ പതുക്കെ അവനോടങ്ങ് വിളിക്കും, മോനെ മാർക്ക് പറഞ്ഞോ? പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഞങ്ങളോട് ചോദിക്കും, എടാ ഇന്ന് മാർക്ക് പറഞ്ഞോടാ? സാർ ഇന്നും വന്നില്ല, പറഞ്ഞില്ല. കാര്യം എന്താ? കുറഞ്ഞാണെങ്കിൽ മനസ്സിലായോ? കൂടുതലാണെങ്കിൽ ആ ജോമോൻ ആദ്യം ഓടി നടന്നങ്ങ് പോകും. അപ്പം ഞങ്ങളോട് അവന് കൂടുതൽ ഞങ്ങൾക്ക് കുറവാണെങ്കിൽ അമ്മമ്മ എന്തോ 48 മാർക്കേ ഉള്ളൂ. എത്രല്ല?
50 അവന് അവന് 48 മാർക്കേ ഉള്ളൂ. അയ്യോ അത് ഭയങ്കര വിഷമം. അവനാണെങ്കിൽ ഒന്നും സാമ്പത്തികപരമായിട്ടൊക്കെ ഭയങ്കര തകർന്നിരിക്കുന്ന ഭവനം. അപ്പോൾ ഞങ്ങളുടെ അമ്മ ഇങ്ങോട്ട് വന്നു, എടാ ആവശ്യം പോലെ അത് ഇന്നാനുണ്ടായിട്ട് നീ എന്തൊക്കെയാടാ ഈ കാണിക്കുന്നത്, നിനക്ക് എത്രടാ മാർക്ക്, 30ഓ 20ഓ? അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും എനിക്ക് 30 കുറവ് കാണത്തില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, ഇവന് 48ആണെന്നറിയാലോ, ഞങ്ങൾ അങ്ങനെ 41 എന്നൊക്കെ അങ്ങ് കാച്ചും. ഇവന്റെ മുന്നിൽ വെച്ചാൽ പറയാൻ പറ്റത്തില്ലല്ലോ. ഇവൻ അന്നേരം നമ്മളൊരു നോട്ടം നോക്കും ഇങ്ങനെ, 41 എവിടെ ആയിരുന്നടാ എന്നുള്ള രീതിയിൽ. അപ്പം നമ്മളെന്ത് ചെയ്യും, അതൊക്കെ കേട്ട് അവനെ ഒന്ന് ജാക്കിട്ടൊക്കെ പോയി. എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ വേറൊരാളുണ്ട്, അയാളുടെ പേര് പറയുന്നത്, അയാൾക്ക് ചിലപ്പോൾ 8 മാർക്കേ ഉള്ളാവും. അയാൾ 50 അപ്പോൾ ഒരു 0 കൊണ്ട് ഇട്ടിച്ചുകൊണ്ടിരും, 80 ആവും. 50 80 വലിച്ച് 0 ഫ്രീ ആയിട്ട് ഇടുന്ന ഒരാളുണ്ടായിരുന്നു. അന്ന് എനിക്കറിയണ്ട, അത് പറയണ്ട പേര് കേട്ടോ, ഞാൻ തന്നെ ആള്. ഓക്കെ, എന്തോ ആവട്ടെ. ഇനി അടുത്ത എനിക്ക് എന്തായാലും ഇന്നത്തേക്കുള്ളതായി. അപ്പൊ അടുത്ത നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്തോ, മാർക്ക് ഇടുന്ന വിദ്യാഭ്യാസം, പരീക്ഷ എഴുതുന്ന വിദ്യാഭ്യാസം, മനസ്സിലാവുന്നോ? തൊഴിൽ അന്വേഷിക്കുന്ന വിദ്യാഭ്യാസം. നീ പഠിച്ചിട്ട് പോയി നീ പോയി കണ്ടുപിടിച്ചോണ്ടോടാ. വീട്ടുകാർ പറയും, ഓടാ ഒരു ജോലി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അവൻ എന്തോ കളയ്ക്കാൻ പോണു. അവൻ പഠിച്ച ജോലിക്കുള്ള പഠിച്ച വിദ്യാഭ്യാസത്തിനുള്ള ജോലി കിട്ടണം. സോ ഹി ഈസ് മൂവിങ് ഔട്ട്. അവിടെയാണ് മൈഗ്രേഷൻ ഉണ്ടാവാൻ കാരണം. അവൻ പഠിച്ചത് AI, അവൻ പഠിച്ചത് AR. AR അനുസൃതമായ ഒരു വിദ്യാഭ്യാസം ഇവിടെ ഇല്ല. അവൻ അത് നോക്കുമ്പോൾ ദാണ്ട ദുബായിക്കാർ വിളിക്കും, അളിയാ വാ, നിന്റെ വിഭവത്തിനനുസരിച്ചുള്ള സാധനം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, നിന്റെ അനുഭവത്തിനനുസരിച്ചുള്ള സാധനം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അവന് ഇന്ന് വേണ്ട നാളത്തെ വിദ്യാഭ്യാസം എങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. കട്ട് ചെയ്താ പോവല്ലേ, ഒന്നും ചെയ്യണ്ട, എന്തായാലും വീഡിയോ കിട്ടും. എന്നാ കട്ട് ചെയ്തോ. അപ്പോൾ ഓക്കെ, നമുക്ക് ഒരു ഫോൺ വന്നുകൊണ്ടാ കട്ടായിപ്പോയി. ഓക്കെ, ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ മാർക്ക് അത് ഇത് ഇങ്ങനെയൊക്കെയാ. പക്ഷെ നാളെ വരേണ്ട വിദ്യാഭ്യാസം എങ്ങനെയാ? അതിലൊരു വ്യത്യാസം വരണം. നാളെ വരുന്ന വിദ്യാഭ്യാസത്തിനകത്ത് വ്യത്യാസം വരണം. നാളെ വരുന്ന വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം? 100% നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിദ്യാഭ്യാസം. പ്രശ്ന പരിഹാരങ്ങൾ, പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ടാകുന്ന വിദ്യാഭ്യാസം വേണ്ടേ? ഒരു ഉന്നത കുട്ടികൾക്കില്ല. ഇവിടെ എല്ലാം മയിലാണോ? ഇതെന്തോ വനമായി പ്രഖ്യാപിച്ചോ? പ്രോബ്ലം സോൾവിങ് ഇത് വരണം. 2 ആശയവിനിമയ കഴിവ്, കമ്മ്യൂണിക്കേഷൻ വേണോ? 3 ക്രിയേറ്റിവിറ്റി ഉള്ള വിദ്യാഭ്യാസം വേണം. ഓണ്ടർപ്രണർഷിപ്പ് വേണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണം. ഡിജിറ്റൽ ടെക്നോളജി വിദ്യാഭ്യാസം വേണം. ഡേറ്റാ സയൻസ് വേണം. മനസ്സിലായോ? ഓരോ വിദ്യാർത്ഥിയും പഠിക്കേണ്ട 5 കാര്യങ്ങൾ ഞാൻ. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിന് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ വന്നേ. മനസ്സിലായോ? ഒരു കുട്ടി വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ പഠിക്കേണ്ട കാര്യങ്ങളെന്ന് പറയാം. ഞാനിവിടെ പറഞ്ഞു അവർക്ക് എന്തൊക്കെ കഴിവുണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞു. എന്തൊക്കെയാ കഴിവ് പറഞ്ഞു? കഴിവ് വേണമെന്നാ പറഞ്ഞേ. ഒന്ന് ക്രിയേറ്റീവ്, വെരി ഗുഡ്. ഞാൻ അങ്ങനെ ആയിരുന്നു പറഞ്ഞേ. ഓണ്ടർപ്രണർഷിപ്പിനെ പറ്റി ആ കുട്ടി പഠിച്ചിരിക്കണം. 2 ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അല്ലെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിനെ പറ്റി പഠിക്കണം. ആ ടെക്നോളജിയെ പറ്റി പഠിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, AI പഠിക്കണമെന്ന് പറഞ്ഞു. അടുത്ത കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണോ? ഗ്ലോബൽ എഡ്യൂക്കേഷൻ, ആശയവിനിമയ സ്കിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞു. പിന്നെ 1ാമതൊരു പോയിന്റ് പറഞ്ഞായിരുന്നു, പ്രോബ്ലം സോൾവിങ്. നിങ്ങളുടെ വിദ്യാഭ്യാസം പ്രോബ്ലം സോൾവിങ് ആയിരിക്കണം. നിങ്ങളുടെ വിദ്യാഭ്യാസം ക്രിയേറ്റിവിറ്റി ഓറിയന്റഡ് ആയിരിക്കണം. നിങ്ങളുടെ വിദ്യാഭ്യാസം ഫിനാൻഷ്യൽ ലിറ്ററസിയെ പറ്റി പഠിക്കുന്നതായിരിക്കും. നിങ്ങളുടെ മെമ്മറി പവർ വളരെ കുറവാണ്. ശ്രദ്ധിക്കുന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല, അതും ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, നീ പഠിക്കുമ്പോൾ ഞാനത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ അങ്ങോട്ട് നീങ്ങിന്നാലേ അത് ഇങ്ങനെ നിന്നാലേ അത് കറക്റ്റ് ആവും. അപ്പോൾ അതൊന്നും നോക്കുന്നില്ല എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് അപ്പോൾ ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, എൻ്റർപ്രണർഷിപ്പ്, തന്നെ ടെക്നോളജിക്കൽ നോളജ്, അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസം നിങ്ങൾക്ക് കിട്ടിയ ആശയം, അതാ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. മനസ്സിലാവുന്നോ? ഇങ്ങനെയുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസം നാളുകളിൽ ചെയ്തു തുടങ്ങിയാൽ, നിങ്ങൾ ഫിനാൻഷ്യൽ ലിറ്ററസി എന്നൊന്ന് എടുത്തു നോക്കി. എന്ത് മനോഹരം! എൻ്റെ അപ്പൻ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നതെന്ന് കുട്ടി മനസ്സിലാക്കിയ കുട്ടിക്ക് എങ്ങനെ പണം ഉപയോഗിക്കണമെന്ന് പഠിക്കും. ഡൗട്ടുണ്ടോ? ഇല്ല. ആ കഷ്ടപ്പാടറിയണം. ചൈന കണ്ടിട്ടുണ്ടോ? നാളത്തെ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നവരെങ്ങനെയാണെന്നറിയാം? അവരുടെ അപ്പന്മാർ 5ഉം 6ഉം ചാക്കെടുത്ത് ഇങ്ങനെ തലയെ വെച്ചുകൊണ്ട്
പോകുന്നതും അത് ചെയ്യുന്നതും ഇങ്ങനെ അവർ കിടന്ന് കഷ്ടപ്പെടുന്നതും അവരുടെ വിയർപ്പിൻ്റെ വിലയെല്ലാം ഇവർ വീഡിയോ ആക്കി കൊച്ചുങ്ങളെ കാണിക്കും. അപ്പം തങ്ങളുടെ അപ്പന്മാർ ചെയ്യുന്ന ജോലി കൊച്ചുങ്ങളുടെ മനസ്സിൽ വരത്തില്ലയോ? അവർ കരയും. അവരപ്പം മനസ്സിൽ തീരുമാനമെടുക്കും, എൻ്റെ അപ്പനെ ഞാൻ ഇതുപോലെ ആക്കത്തില്ല, ഞാൻ ഇന്നതായി കമ്പനി ഉണ്ടാക്കി ഈ ഗവൺമെൻറ്റിനെ കാണിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള ചിന്തകളുള്ള വിദ്യാഭ്യാസത്തിലേക്ക് മാറും. ഐഡിയ കിട്ടിയോ? മനസ്സിലായോ മോളെ? മനസ്സിലായോ? അപ്പം ഞാൻ ഈ പറഞ്ഞു തരുന്ന 5 കാര്യം ആർക്കും പറഞ്ഞു കൊടുക്കരുത്. ഇത് നിങ്ങൾ മാത്രമേ കേൾക്കാവൂ, നാട്ടിലുള്ള ആരും കേൾക്കണേ, ചുമ്മാ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത്. 1, പണം എങ്ങനെ പ്രവർത്തിക്കുന്നു? എന്തുവാ? പണം എങ്ങനെ പ്രവർത്തിക്കുന്നു, ബിസിനസ് എങ്ങനെ ആരംഭിക്കാം, AI എങ്ങനെ ഉപയോഗിക്കാം, ഒരു നേതാവാകുന്നത് എങ്ങനെ ഒരു പൊതു സംസാരം ഉണ്ടാകാം, എങ്ങനെ പരിസ്ഥിതിയെ സംരക്ഷിക്കാം, എങ്ങനെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടാകും, സുസ്ഥിര വികസനം ഉണ്ടാകും. ഇതൊക്കെ എത്താനുള്ള ട്രാൻസ്ഫോർമേറ്റീവായ ആശയങ്ങൾ എന്ന് ഓർത്തോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് പപ്പ പറഞ്ഞു. ഈ 5 പോയിന്റ്സ് പറയാമോ? 1, എന്താണ്? പണം എങ്ങനെ ഉണ്ടാക്കാം. നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങളുടെ സ്കൂളിലെ സാറുമാര്? ഇല്ല. പിന്നെ 2, എങ്ങനെ സസ്റ്റൈനബിൾ പരിസ്ഥിതി ഉണ്ടാക്കാം, എൻവയോൺമെന്റൽ ഉണ്ടാക്കാം, പഠിപ്പിക്കുന്നുണ്ടോ? അതൊന്നുമില്ല. അത് എൻവയോൺമെന്റൽ ഡേക്ക് ഒരു ചെടി നടന്നെയാണോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞത്? എടാ, നിങ്ങളുടെ കാർഷിക രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് സസ്റ്റൈനബിൾ ആവുന്നത്? അതെങ്ങനെ? ഇപ്രാവശ്യം അതാണ് നിങ്ങളെ എന്തൊക്കെയാണ് ഈ റൊട്ടേഷൻ ക്രോപ്പിങ്ങും കാരിഫ്, അത് എന്തൊക്കെയായിരുന്നു? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. മൺസൂണിനനുസരിച്ച് ഇന്ന കൃഷി ചെയ്യണം, അല്ലാതെ ചക്ക എടുത്ത് മാങ്ങ നടുന്ന കാലത്തോ അല്ല, അത് രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. മനസ്സിലായോ? വാഴ നടേണ്ട സമയത്ത് ഇഞ്ചി നടുന്ന അതൊക്കെ അങ്ങനെ, അത് നമ്മൾ കണ്ടാന്ന് അടിച്ചിട്ട് പോരുക ഒക്കത്തില്ല. ഒരു കൃഷി ഓഫീസറുടെ ഡ്യൂട്ടിയാണ് ഹി ഷുഡ് ബി അറ്റൻഡഡ് ദ മീറ്റിംഗ്സ് ഇൻ ദ PTA മീറ്റിംഗ്സ്, അതർവൈസ് 1 ക്ലാസ് ഇൻ എ വീക്ക്. മനസ്സിലായോ? ഒരു എക്സ്പെർട്ടായിട്ടുള്ള ഒരാൾ, ടെക്നീഷ്യൻസ് once in a week ഒരു സ്കൂളിൽ സംസാരിക്കണം. അല്ലാതെ കൗൺസിലിംഗ്, എന്തോത്തിൻ്റെ കൗൺസിലിംഗ്? ഒരു മണ്ണാക്കറിഞ്ഞൂടാത്ത കുറേ വല്യപ്പന്മാരെ വിളിച്ചുകൊണ്ടൊന്ന് കൗൺസിലിംഗ് നടത്തും. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ്റെ വഴി തന്നെ ആയിരിക്കണം. ഒന്ന് പതുക്കെ നിന്നാൽ അത്രയും കൂടെ പറഞ്ഞു ഞാൻ തരാം. പിന്നെ എന്തായിരുന്നു 5 പോയിന്റ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല? 2 ഞാൻ 5 പറഞ്ഞു. 1 പണം ഉണ്ടാക്കാം, മറ്റേ സസ്റ്റൈനബിൾ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ AI എങ്ങനെ ഉപയോഗിക്കാം. വേറെ പറ, നിങ്ങൾ AI എങ്ങനെ ഉപയോഗിക്കാം. പിന്നെ എന്തായിരുന്നു പറഞ്ഞേ? പരിസ്ഥിതിയും സുസ്ഥിര. ഒരു നേതാവ് എങ്ങനെ ആവാം പറഞ്ഞായിരുന്നോ? ഒരു നേതാവ് എങ്ങനെ, ഒരു ലീഡർ എങ്ങനെ ഉണ്ടാകും പഠിപ്പിച്ചായിരുന്നു. പൊതു സംസാരം. പിന്നെ ഏതാ 5 പോയിന്റ്? പണം എങ്ങനെ സമ്പാദിക്കാമെന്നൊന്ന് പറഞ്ഞു, ബിസിനസ് എങ്ങനെ തുടങ്ങാമെന്ന് പറഞ്ഞു, AI എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു, പൊതു സംസാരവും നേതൃത്വവും പരിസ്ഥിതി. മനസ്സിലാവുന്നോ? ഈ 5 പോയിന്റ്സ്. വണ്ടി വരുന്നു, വണ്ടി വരുന്നു പറഞ്ഞപ്പം പിന്നെ അങ്ങോട്ട് മനസ്സിലായോ? സാറേ, അപ്പം ഈ 5 പോയിന്റ്സ് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ യു വിൽ സീ ദ മിറാക്കിൾ. യു ജസ്റ്റ് ടോക്ക് വിത്ത് യുവർ മിനിസ്റ്റേഴ്സ് ആൻഡ് യുവർ ടീച്ചേഴ്സ്. This is not our education. Our education is the future education. Future education is the Chinese education. Like foreign developed countries. Yes. Sorry, please teach us that topics for our development of our personality and skill. പറഞ്ഞു. എനിക്ക് ഇംഗ്ലീഷിന്റെ ഒരു എഴുത്ത്, എന്റെ ഒരു ഡ്രീം സ്കൂൾ എന്നും പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും എഴുതാറുണ്ടായിരുന്നു. അപ്പം ഈ സാറ് പറഞ്ഞ് അങ്ങനെ എഴുതാൻ. അപ്പൊ ഞാൻ എഴുതിയിട്ട് വേറൊരു കൊച്ചിനെ ഞാൻ വായിക്കാൻ കൊടുത്തു, കാരണം ഞാൻ നേരത്തെ വായിച്ചതാ. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ചൈന, ജപ്പാൻ പോലുള്ള കൺട്രിയിലേക്ക് മാറണം, കുറെ റൈറ്റ്. നമ്മൾ അങ്ങോട്ട് പോലെ കുഞ്ഞാനെ പോലെ അല്ല, അങ്ങനെ എഴുതി വെച്ച്. അപ്പൊ എന്ത് സാറ് പറഞ്ഞു, മോള് പറഞ്ഞു, അല്ല മോള് പറഞ്ഞു എഴുതി വളരെ കറക്റ്റാണ്, പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം അവിടെ കാര്യം കിട്ടിയാണ്. അല്ല, അവാർഡ് കിട്ടില്ല. അവാർഡ് കുഞ്ഞിന് കിട്ടിയില്ലേ? ആണ് പറയുന്നത്. കഷ്ടമായി മോൻ പറഞ്ഞ എനിക്ക് മനസ്സിലായി. അപ്പൊ അവിടെ ക്ലീൻലിനെസ്സിനും നീറ്റ്നെസ്, ക്ലീൻനെസ്, ഷോയിങ് ബോർഡ്സ്. മോനെ, നമ്മൾ ഇങ്ങനെ ചിന്തിക്കൂ, ഈ സ്ഥലം ഇത്രയും മാറുന്നു. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വിദ്യാഭ്യാസം എങ്ങോട്ട് കൊണ്ടുപോകും? അത് വേണ്ട, ഇങ്ങനെ തന്നെ ആക്കിയിട്ട് അത് കാണിച്ചാൽ മതി. ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ ഇവിടെ നിൽക്കുക, മനസ്സിലായ? ഇവിടെ കാടെല്ലാം നേകമോളിങ്ങനെ കാണിക്കുന്നുണ്ട്, കണ്ടല്ലോ. ഇവിടെ വികസനം വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാട് പോച്ചയും പുല്ലും എല്ലാം വെട്ടുവാന്നാണോ? അല്ലേ, നീറ്റാക്കുക. 1, കാരണം എന്താ?
അതിലെ കനാലുണ്ട്, വെള്ളം പോകുന്നുണ്ട്, അവിടെ ഒരു ബോട്ട് ജേണി ആവാം, അവിടെ ഒരു അനുഭവ ടൂറിസം കൊണ്ടുവരാം. ഇതുകൊണ്ട് അപ്പുറത്തെ സൈഡ് ആ വീട്ടിൽ മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ആയുർവേദം ഇവിടെ വരുന്നവർക്ക് അവിടെ പോയി ചെയ്യാം. ഇപ്പുറത്തെ വീട്ടിൽ എന്ത് ചെയ്യുന്നു, ഫുഡ്, നല്ല നെമ്മീൻ പൊരിച്ച ഫുഡ് കൊടുക്കുന്നു. അപ്പം ഇങ്ങനെ നമ്മളാക്കുമ്പോൾ ഒരു കാര്യം എന്താ, ഇവിടെ നമുക്ക് ഇവിടെ എന്തൊക്കെ വേണം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സൈൻ ബോർഡ് വേണം. എന്തിനാണ്? ഇതേ അവിടെ കക്കൂസുണ്ട്, കുളിമുറിയുണ്ട്, നീറ്റ്. ഇവിടെ അപ്പോൾ ഒന്ന് ആശ്വാസമായി, മൂത്രമൊഴിക്കാൻ മുട്ടാതെ അമേരിക്കയിൽ നിന്ന് വരുമോ അവർ, എവിടെ മൂത്രമൊഴിക്കണമെന്ന് അറിയത്തില്ല, എല്ലായിടത്തും വൃത്തിയേട്. നോക്കുമ്പോൾ കാണാം അടിപൊളി സംവിധാനം. ഒന്ന് നല്ല നീറ്റ് റോഡ്, കുഴപ്പമില്ല, നല്ല റോഡ്, പാർക്കിംഗ് സൗകര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ടൂറിസം വികസിക്കും. ടൂറിസം വികസിക്കുമ്പോൾ നിങ്ങളുടെ എന്താ പറയുന്നത്, ഇപ്പോൾ സമ്പത്ത് വികസിക്കും. ഇവരെല്ലാവരും ഈ വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ചെയ്തു. ഇതൊക്കെ പപ്പ എന്തിനായിരുന്നു അറിയാം, പപ്പ MLA 10 വർഷം മുമ്പ് MLA ആവുമെന്ന് വിചാരിച്ച് ഇതെല്ലാം പഠിച്ചു വെച്ചിരുന്നതാണ്. 10 വർഷവും കഴിഞ്ഞ് 25 വർഷവും കഴിഞ്ഞു. മനസ്സിലാവുന്നു? നമ്മുടെ കൂടെ ഉള്ളവന്മാരെല്ലാം മന്ത്രിയായി, നമ്മുടെ കൂടെ അല്ല, നമ്മളെക്കാളൊക്കെ 10 വർഷം 15 വർഷമൊക്കെ ഇല്ലേ മന്ത്രിയായി കഴിഞ്ഞു. മനസ്സിലാവുന്നു? ഓർത്തോണം, എന്താണ്, നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി പഠിച്ചു വെച്ചാൽ എനിക്ക് AR VR ഹബ്ബുകളൊക്കെ ഇവിടെ ഉണ്ടാവണം. മനസ്സിലായോ? എൻ്റെ മോനെ, നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, അവിടെ ഒരു VR ഷോപ്പ് ഉണ്ട്, പോയി ചെന്ന് ചെയ്തിട്ട് പാടെ വെർച്വൽ റിയാലിറ്റി. അപ്പുറത്ത് പറയാം അവിടെ ഒരു AR ഷോപ്പ് ഉണ്ട്, അവിടെ പോയിട്ട് പാടെ. പണ്ടൊക്കെ ഹോട്ടലിൽ കയറുമ്പോഴത്തേ അവിടെ എന്താണ്ടേ ഇങ്ങനെ ഒരു റൗണ്ട് ഇടും. എന്തുവെന്നറിയാം, പറ. പണ്ടത്തെ കാലത്ത് ഹോട്ടലിൽ ഇങ്ങനെ ഒരു റൗണ്ടിനകത്തൊരു സാധനം എഴുതും, AC. ഇനി എന്തോ എഴുതണം, AR VR ഫെസിലിറ്റീസ് ഉണ്ട്. മനസ്സിലായോ? അവിടേക്ക് അങ്ങോട്ട് ഇരിക്കുമ്പോഴത്തെ സിനിമയൊക്കെ എന്തോ ചെയ്യും, സിനിമ എന്നൊക്കെ നമ്മുടെ അടുത്ത് വരുന്ന ചായ കുടിക്കുന്ന പോലെ തോന്നുന്ന രീതിയിലുള്ള 12D പിക്ചർ ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. സോ ഞാൻ ഇവിടെ നിർത്താൻ പോവാം. ഡു യു ഹാവ് എനി ഡൗട്ട്സ്? നിങ്ങൾ ഒരു കാര്യം കൂടെ ഒന്നുകൂടെ പറയണം, എനിക്കത് പറയണമെന്ന് തോന്നിയുണ്ട്. എന്തൊക്കെയാണ് ഫ്യൂച്ചറിൻ്റെ വിദ്യാഭ്യാസമായിട്ട് ഞാൻ പറഞ്ഞത്? പണം എങ്ങനെ ഉണ്ടാക്കണമെന്ന് പഠിക്കും. 2, ഒരു നേതൃത്വ ഗുണമുണ്ടാകുന്നത് എങ്ങനെ. 3, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാകണം. AI VR എങ്ങനെ, അതിൻ്റെ ഉപയോഗങ്ങൾ, AI പഠിക്കണം. ഫിനാൻഷ്യൽ ലിറ്ററസി, എൻവയോൺമെൻറ്റൽ സയൻസിനെ പറ്റി പഠിക്കണം. മനസ്സിലായോ? നിങ്ങളുടെ വിദ്യാഭ്യാസം എങ്ങനെയാണെന്ന് നിങ്ങൾ നേതൃത്വ ഗുണത്തെപ്പറ്റി പഠിക്കണ്ടേ? മനസ്സിലായോ? ഇനി മറക്കുമോ? ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം ചെയ്യാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിക്കോ മന്ത്രിക്കോ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന വലിയ ഒരു കമ്മ്യൂണിറ്റിയെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഇപ്പോഴത്തെ ന്യൂജൻ ലവന്മാർ പറയുന്നത്, എന്തോ ഓൺലൈൻകാർ പറയുന്നത്, നിർത്തി